എന്നാലും വല്ലാത്ത വിജയായി പോയില്ല അളിയ. ആന്നേ, രണ്ടുപേരും ജയിച്ചു, അതും 3 ഗോൾ അടിച്ചിട്ട് അളിയ. നമ്മളിത് എങ്ങനെ സഹിക്കും? അർജന്റീനയുടെ കളി, അതും മെസ്സിക്ക് ഹാട്രിക്ക്. ഇന്ന് മൊത്തം ശരത് മെസ്സിയുടെ അഹങ്കാരം കാണണമെന്ന് ആലോചിക്കുമ്പോ എനിക്ക് നെഞ്ചുവേദന എടുക്കണ്. പക്ഷെ ഞങ്ങളുടെ 7-1 തട്ട് താണ് തന്നെ ഇരിക്കും അല്ലെ. ഒന്ന് നിർത്തോ, നിന്റെ ഒരു 7-1 കുറെ നേരമില്ല. സെവനപ്പ് അടിച്ച് കിട്ടിയവരല്ലടാ നിങ്ങള്. അതെ, നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലാണ്ട് അവരെങ്ങനെ തളർത്താന്ന് പറ. ശരിയാ, അർജന്റീന തോക്കണത് കാണാൻ ഞാനിന്ന് നേരത്തെ എനിക്കളിയാ. ഞാൻ ഫ്രാൻസ് തോക്കണത് കാണാൻ ഉറക്കൊളച്ച് ഞാൻ സുഖമായിട്ട് കിടന്നിറങ്ങി. ഇന്ന് രാത്രി അണ്ണന്റെ കളിയില്ലേ, അത് കാണണ്ടേ. വളരെ നല്ല തീരുമാനം. എന്നാലും അവന്മാർക്ക് സമനിലയായാൽ മതിയായിരുന്നു ഞങ്ങളുടെ പോലെ. സമനില ആയില്ലെങ്കിലും നിന്റെ സമനില തെറ്റിയില്ലേ? നമുക്കിട്ട് തന്നെ വെച്ചൂലേ. കുറഞ്ഞു നീ വല്ലാണ്ട് അങ്ങോട്ട് ചിരിക്കണ്ട, കരയേണ്ടവര്. ഈ അൾജീരിയയുടെ ഗോളിയുടെ പേരെന്താന്ന് പറഞ്ഞു? സിദ്ധാന്റെ മോൻ, ലൂക്കാ സിദ്ധാൻ. സിദ്ധാന്റെ മോനായ സ്ഥിതിക്ക് അവൻ ഫ്രാൻസിലല്ലേ വരണ്ടേ? അത് യൂത്ത് ലെവൽ വരെ പുള്ളി ഫ്രാൻസിലായിരുന്നു. അത് കഴിഞ്ഞപ്പോ പുള്ളി സ്പോർട്സ് നാഷണാലിറ്റി സ്വിച്ച് ചെയ്തു. അതെന്തിനാ? പുള്ളിയുടെ ഗ്രാൻഡ് പാരന്റ്സിന് എന്തോ ഹോണർ ചെയ്യാം. പുന്നളി, അതല്ലല്ലോ ഇപ്പൊ നമ്മുടെ വിഷയം. അവന്മാരുടെ പട്ടിഷോ അങ്ങനെ മാറ്റും. നമ്മളെന്തിനാ വിഷമിക്കണേ? നമ്മൾ തോറ്റിരിക്കുന്ന ടീമൊന്നല്ലല്ലോ. അത് ശരിയാ, പക്ഷെ ഞങ്ങള് ജയിച്ചിട്ടില്ലല്ലോ. ഞങ്ങളുടെ കളി ഇന്നാണല്ലോ. ഐഡിയ എന്താ? ഈ പൊറിഞ്ചുവിന്റെ ടീമിന്റെ പോർച്ചുഗലിന്റെ കളി കഴിഞ്ഞിട്ടില്ലല്ലോ. അവന്റെ കളി കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇവനെ തൂക്കാം, എന്നിട്ട് ശരത്തിനെയും ഫ്രാൻസിസിനെയും അങ്ങ് പൊക്കാം. അപ്പൊ അവര് നമ്മുടെ കൂടെ കൂടിക്കോളും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അത് കൊള്ളാം. നിനക്ക് ബുദ്ധിയില്ലാന്നേരെ പറഞ്ഞു. അത് ശരി, അപ്പൊ നമുക്കിട്ട് തന്നെ വെച്ചൂലേ. ഈ CR7 പിള്ളേരും വന്നതേ അങ്ങനെ ചുമ്മാ പോവാനല്ല. എന്റെ പൊന്നളിയെ പൊറിഞ്ചു, ഈ ഡയലോഗെങ്കിലും ഒന്ന് മാറ്റി പിടിയടാ. ദയവായിരുന്നുണ്ട് നോക്ക്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കളി കണ്ടില്ല അളിയാ? ഞങ്ങളുടെ കളി കണ്ടായിരുന്നോടാ? ഇല്ലടാ, കണ്ടില്ല. ഞാനും കണ്ടില്ല. രണ്ടുപേരുടെയും മുഖം കണ്ടാലേ അറിയാം കളി കണ്ടിട്ടേ ഇല്ല. അളിയാ, 2 കളി ഇവര് കണ്ടിട്ടുണ്ട്. എടാ, ഞാൻ കണ്ടില്ലടാ. പറഞ്ഞ 3-0 അതിമനോഹരമായ വിജയം, 3-1 അതിമനോഹരമായ വിജയം ആണല്ലേ. ഇവന്മാര് കളി കണ്ട് കണ്ണു തള്ളിയിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും നല്ല കിടിലൻ കളിയായിരുന്നു എന്ന്. അവൻ കാല് വാരി. മെസ്സിയുടെ ആദ്യ ഹാട്രിക്, ഈ വേൾഡ് കപ്പിലെ തന്നെ ആദ്യത്തെ ഹാട്രിക്. എന്നാലും മെസ്സി പെനാൽറ്റി ഇല്ലാതെ ഹാട്രിക് അടിച്ച് കണ്ടല്ലോ, എനിക്ക് സന്തോഷായി. സമനില കിട്ടിയവന്മാരും മിണ്ടണ്ട, ഇത് മിശിഹായുടെയും പിള്ളേരുടെയും വിജയമാണ്. എംബാപ്പയുടെ 2 ഗോൾ കണ്ടില്ലേ? കണ്ടു കണ്ടില്ല. ഈ ഹാട്രിക്കോടെ 16 ഗോളുമായി വേൾഡ് കപ്പ് ഗോൾ വേട്ടയിൽ മെസ്സി ടോപ്പിലെത്തി നിൽക്കുകയാണ്. 14 ഗോളുമായി എംബാപ്പെ പുറകിയുണ്ട്. ആ റെക്കോർഡ് അധികം വൈകാതെ ഞങ്ങളിങ്ങ് എടുത്തോളാം. ഇത് വലിയ ശല്യമായില്ലോ. സംഭവം 3-1 ജയത്തിനേക്കാളും വലുത് 3-0 ശരത്തിന്റെ ടീമിന്റെ ജയം തന്നെയാണ് കേട്ടോ. എതിരില്ലാണ്ട് ജയിക്കാനും വേണം ഒരു കഴിവ്. അത് നിങ്ങൾക്കില്ല, പക്ഷെ ശരത്തിന്റെ ടീമിനുണ്ട്. അതാണ്, അതൊക്കെ ഞങ്ങളുടെ മിശിഹായും പിള്ളേർക്ക് മാത്രം പറ്റുന്ന കാര്യം. 3-1 ജയത്തിന് എന്താണ് കുഴപ്പം? എടാ, കഴിഞ്ഞ കൊല്ലത്തെ ഫൈനലിൽ തോറ്റ വിഷമം മാറിയോടാ. അല്ലെങ്കിൽ ഐവറി കോസ്റ്റിനെ വിളിക്കാം. സന്നാഹത്തിൽ തോറ്റ വിഷമം ഞാൻ പറഞ്ഞുതരാം. ഫൈനലിൽ പെനാൽറ്റിയിലല്ലേ തോറ്റ, അല്ലാണ്ട് കളിച്ചൊന്നല്ല. പെനാൽറ്റി എങ്കിൽ പെനാൽറ്റി, തോറ്റില്ലേ ഈ കൊല്ലം ഞങ്ങൾ എടുത്തോളാം. നോക്കിയിരിക്കത്തേ ഉള്ളു. അളിയ ശരത്തെ നോക്കി. ഇവന്മാര് നമ്മള് തമ്മിലടിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളാ. ഞങ്ങളങ്ങനെ ചെയ്യോ? ജയിച്ച നമ്മൾ ഒരുമിച്ച് നിക്കണം. എന്നാ ഞാനുണ്ടളിയ, ഞാനും ജയിച്ചതാ, നിങ്ങളുടെ കൂടെ ഒരുമിച്ചിക്കാം. പോടേ, അർജന്റീനയുടെ മിശിഹായ്ക്ക് പ്രായമായി, കളിയില്ല എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ചവന്മാരുടെ അന്നനാളത്തിൽ 3-0 മനോഹരമായ വിജയം കുറിച്ച് ഞങ്ങളുടെ മിശിഹായും പിള്ളേരും. മിശിഹായുടെ ഫ്രണ്ട് എംബാപ്പയുടെ തോളിൽ കയറി ഫ്രാൻസിനും മിന്നും ജയം. ഇന്ന് അണ്ണനും നേടും, മിന്നും വിജയം. എനിക്കൊരു കാര്യം പറയാണ്ട്, അർജന്റീന ജയിച്ചു കേട്ടോ. ഫ്രാൻസും ജയിച്ചു. ഇവനെ കൊണ്ട് വലിയ ശല്യായില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അവനത് പറയും. ജയിച്ചു എന്ന് പറയണ്ട, സമനിലല്ലേ, മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ ട്രോള് വാങ്ങി കൂട്ടും. ജർമ്മനിയും ജയിച്ചു കേട്ടോ. വന്നവരും നിന്നവരും ഒന്നായപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനാണ് ഈ കഥയിലെ വില്ലൻ അല്ലെ. പൊന്നളിയ പോർച്ചുഗലെ ഗസ്റ്റ് റോൾ ആവാതിരുന്നാ മതി. അതെ, കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് അണ്ണൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ഇനിയും ഇവിടെയൊക്കെ തന്നെ കാണും. വെയിറ്റ് ഫോർ ദ ലാസ്റ്റ് ഡാൻസ് ഓഫ് ദ ഡെവിൾ. പൊറിച്ച് അണ്ണൻ ഇന്ന് ടീമിലായിരിക്കോ, അതോ ബെഞ്ചിലായിരിക്കോ, അതോ സ്റ്റേഡിയത്തിൽ ഇരിക്കോ? മിക്കവാറും സ്റ്റേഡിയത്തിൽ തന്നെ. നിങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് ചിരിക്കണ്ട. ഡെമോക്രാറ്റിക്
എടാ നീ ആദ്യം അത് പറയാൻ പഠിക്കി. ഡോക്ടർ കോങ്കോനെ ഞങ്ങൾ ഇന്ന് പേഷ്യന്റ് ആക്കി വിടും. നിങ്ങളെ പേഷ്യന്റ് ആക്കാണ്ടിരുന്നാ മതി. ഡോക്ടർ കളിക്കളത്തിൽ ആദ്യം നിങ്ങൾ ഇറങ്ങി കളി ജയിച്ചു എന്ന് കരുതി രണ്ടാമത് ഇറങ്ങുന്നവർ മോശക്കാരാകുന്നില്ല. ആദ്യം കളിച്ച് ജയിച്ചത് നിങ്ങളുടെ കഴിവാകാം, പക്ഷെ അത് ഞങ്ങളുടെ കഴിവുകേടല്ല. പിന്നെ എന്താണാവോ നിങ്ങളുടെ കഴിവ്? കപ്പുണ്ടോ? സ്റ്റാർ ഉണ്ടോടാ? സ്റ്റാർ. ഓട് മാൻ ഔട്ട്. ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വലിയ പാരമ്പര്യമൊന്നുമില്ല. കപ്പുമില്ല, നെഞ്ചത്താണെങ്കിൽ സ്റ്റാറും ഇല്ല. പക്ഷെ സ്റ്റാർ ആയ ഒരു മനുഷ്യൻ CR7 എന്ന നെടുന്തൂണ് ഞങ്ങളുടെ ടീമിലുള്ളിടത്തോളം കാലം ഈ ജേഴ്സി ഇടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ പറയാ, നാളെ ഞാൻ ഈ ടർഫിൽ കാല് കുത്തുന്നുണ്ട്, അത് ഫോർക്ക പോർച്ചുഗൽ എന്നുള്ള ശബ്ദ തിരമാലകൾ സ്റ്റേഡിയത്തിൽ അലയടിച്ച് പോർച്ചുഗലിന്റെ വിജയം ആഘോഷിച്ച ശേഷമായിരിക്കും. കളി കഴിഞ്ഞ് കാണാം.